വളരെ ചെറിയൊരു ദിക്ർ, അത്ഭുതം നിറഞ്ഞൊരു ദിക്റാണ്. വളരെ ചെറിയൊരു ദിക്റാണ്. ഒരു 100 തവണ നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ? നിങ്ങളുടെ പൊന്നു മക്കള് നിങ്ങൾ വരച്ച വരയിൽ നിൽക്കും. ഇനി മക്കളില്ലാത്തവരുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ തരും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. സമാധാനം അള്ളാഹു ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് പോലെ ഇറക്കിത്തരും. അത്ര അടിപൊളിയാകാനായിട്ട് ഏത് ദിക്റാ നമ്മൾ ചൊല്ലേണ്ടത്? പഠിക്കണ്ടേ? അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസമാണ് അല്ലേ? മുഹറം ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ആദ്യ പത്തിലാണ് നമ്മളുള്ളത്. ഈ ആദ്യ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. രക്ഷയുടെ പത്താണ്. ഒരുപാട് അദ്കാറുകളൊക്കെ നമ്മൾ പഠിച്ചു. ഒരുപാടൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും വളരെ വളരെ ചെറിയ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ മനസാന്നിധ്യത്തോടെ നമ്മൾ പറയുന്നത് പോലെ ഒരു 100 തവണ ഏറ്റവും ചുരുങ്ങിയത് ദിവസം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയുണ്ടല്ലോ, ലൈഫ് ഒന്ന് കളറാവും, ലൈഫ് അടിപൊളിയാവും. നിങ്ങളുടെ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ മക്കൾ നേർവഴിയിലാവും. മക്കളില്ലാത്ത വിഷയമുണ്ടെങ്കിൽ അള്ള മക്കളെ തരും. സാമ്പത്തികമായ പരാധീനതയാണ്, ആകെ പ്രശ്നങ്ങളാണ്, കൈലഞ്ചിൻ്റെ പൈസ ഇല്ല, അള്ള നിങ്ങളെ സമ്പന്നനാക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ള ബർക്കത്ത് ചെയ്ത് തരും. ഏതാണ് ആ ദിക്ർ നമുക്ക് പഠിക്കണ്ടേ? ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വളരെ വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ടൊരു ദിക്റാണ്. അള്ളാഹു അത് പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപക്ഷെ നമുക്ക് അറിയുന്ന ദിക്റായിരിക്കും, പക്ഷെ അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ഈ പറയപ്പെടുന്ന പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമ്മളത് പതിവാക്കുമ്പോൾ അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഫലം എത്രയോ ഇരട്ടിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ മേടിച്ചെടുക്കാൻ പറ്റും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. നിങ്ങളൊരു കുടുക്കിൽ പെട്ട് കിടക്കാൻ, ജപ്തിയിൽ പെട്ട് കിടക്കാൻ, കടക്കണിയിൽ പെട്ട് കിടക്കാൻ, മക്കളില്ലാത്ത സങ്കടത്തിൽ പെട്ട് കിടക്കാൻ, എന്തോ ആയിക്കോട്ടെ, ഏത് കുടുക്കിലാണ് നിങ്ങളുള്ളതെങ്കിലും അള്ളാഹ് അവിടെ നിന്ന് നിങ്ങളെ ഈ ദിക്ർ ചൊല്ലുമ്പോഴേക്ക് അവിടെ നിന്ന് അങ്ങ് വലിച്ചെടുക്കും, ഊരിയെടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. നിങ്ങളുടെ മനസ്സിൽ എന്ത് ടെൻഷനാണുള്ളത്? മക്കളെ കെട്ടിക്കുന്ന ടെൻഷനാണോ ഉള്ളത്? അല്ലെങ്കിൽ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നുള്ള ടെൻഷനാണോ? അല്ലെങ്കിൽ എൻ്റെ കുട്ടി തീരെ അനുസരിക്കുന്നില്ല എന്നുള്ള ടെൻഷനാണോ? എന്തോ ആയിക്കോട്ടെ, ആ ടെൻഷൻ അള്ളാഹ് അങ്ങ് മാറ്റിയിട്ട് കൽബിൽ സമാധാനം തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, അവനൊന്നും എന്നെ സഹായിക്കൂല, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ഭാഗത്തു നിന്ന് സമ്മാനം വരും, അല്ലെങ്കിൽ ഒരു സന്തോഷം വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് അള്ളാഹ് നിങ്ങൾക്ക് ധാരാളം ധാരാളം തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളൊരു ദിക്റാണ്. ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് ദിക്ർ പഠിക്കുമ്പോൾ അതിന് വലിയ പ്രത്യേകതയില്ലേ? അവസാനം നമുക്കൊരു 33 തവണ ഒരുമിച്ച് ചൊല്ലുകയും വേണം. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അദാബിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ അദാബ് കൂട്ടത്തോടെ ഇറങ്ങാത്തത്. ഒന്ന് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമ്മുടെ മുമ്പിൽ നിന്ന്, പ്രത്യക്ഷത്തിൽ നിന്ന് ഉയർന്നു പോയി. ആലമുൽ ബർസഖിൽ മുത്തുനബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിലില്ല. ഇന്ന് നമുക്ക് കാവലായിട്ടുള്ളത് ഈ ദിക്റാണെന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഈ ദിക്ർ ഉള്ളത് കൊണ്ടാണ്, കുറച്ച് ആളുകളെങ്കിലും ഈ ദിക്ർ ചൊല്ലണത് കൊണ്ടാണ് ലോകത്തേക്ക് അള്ളാഹ് എന്ത് ചെയ്യാത്തത്, മൊത്തത്തിൽ അദാബ് ഇറക്കാത്തത്. അല്ലെങ്കിൽ നമ്മളൊക്കെ നശിഞ്ഞു പോയേനെന്നാണ്. അത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടണില്ലേ, ഇല്ലേ? എന്നിട്ടും അള്ളാഹ് നമ്മളിങ്ങനെ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിക്ർ കുറച്ച് മനുഷ്യന്മാരൊക്കെ ചൊല്ലണത് കൊണ്ടാണ്. അത്ര അത്ഭുതം നിറഞ്ഞ ദിക്ർ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തെ മൊത്തത്തിൽ നശിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ മാത്രം പവറുള്ളൊരു ദിക്റാണത്. അത്രേ സുബ്ഹാനക യാ റബ്ബ്. അതുകൊണ്ട് അലിയാർ തങ്ങൾ പറയണം, എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ. മഹാനായ നബിയുല്ലാഹി നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുന്ന് സൂറത്തുൻ നൂഹിൽ മനോഹരമായിട്ട് ആ സമൂഹത്തോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ആകാശത്തു നിന്നുള്ള മഴ ഇറക്കി തരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. മഴയുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. അള്ളാഹിനോട് ചോദിക്കുക നിരന്തരം. അതും ഈ ദിക്ർ ചൊല്ലി ചോദിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, അല്ലേ? അള്ളാഹ് സ്വീകരിക്കും. വയുംദിദുക്കും ബി അംവാലിൻ വ ബനീൻ. നിനക്ക് മക്കളെ തരും. മക്കളെ തരും എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മക്കളില്ലാത്തവർക്കല്ല മക്കളെ കൊടുക്കും. ഇനി മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല മക്കളെ കൊടുക്കും. ഇനി ക്വാളിറ്റി, അത് മക്കൾ വഴികേടിലായി പോയവരാണെങ്കിൽ അള്ളാഹ് അവരെ നന്നാക്കാനായിട്ട് ഈ ദിക്ർ മതി എന്നാണ്. നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ ദിക്ർ മുറുകെ പിടിച്ചോ, മക്കളെ അള്ളാഹു നന്നാക്കി തരുമെന്ന് പറയണത് ആരാ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂഹിൽ അള്ളാഹ് പറയാണ്, വബനീൻ. മക്കൾ അള്ളാഹ് തരും. മാത്രമല്ല യുംദിദുക്കും ബി അംവാലിൻ. സമ്പത്ത് തരും. ആര് തരും? അള്ളാഹ് തരും. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാത്ത വഴിയിലൂടെ അള്ളാഹ് സമ്പത്തിങ്ങനെ തുറന്നു തരും. മനസ്സിലാവുന്നുണ്ടോ? കോടീശ്വരനാകുന്നൊന്നുമല്ല. ഇനി അങ്ങനെ ആക്കിയാലും അള്ളാഹ്ക്ക് പാക്കാൻ പറ്റൂലേ? ചിലപ്പോൾ കോടീശ്വരനായേക്കാം.
ഇനി അതല്ല, നമുക്കൊരാളുടെ മുമ്പിൽ കൈനീട്ടി ഇറക്കേണ്ടി വരൂല, അള്ളാഹ് നമ്മളങ്ങ് കാത്തുരക്ഷിക്കും. സുബ്ഹാനക യാ റബ്ബ്. എത്ര വലിയ അത്ഭുതമാണ്. ഏതാണ് ദിക്ർ? ഇപ്പം എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം ഈ ദിക്ർ, ഇല്ലെങ്കിൽ അപകടം. ഏതാണ് ദിക്ർ? അത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിന്നോട് മാപ്പ് ചോദിക്കുന്നു അല്ലാഹ്. നിന്നോട് മാപ്പ് ചോദിക്കുന്നു, അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്റാണത്. ആ മാപ്പ് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പഠിപ്പിക്കണത് മുത്ത് നബിയും അല്ലാഹു റബ്ബുൽ ആലമീനും തന്നെയാണ്. ഒരു ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആരാണ്? 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. ഒരിക്കലും ഒരു നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്, സ്വന്തം നാട്ടിലേക്ക്. വരുന്ന വഴിക്ക് രാത്രി ആയതുകൊണ്ട് ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ കയറി അവിടെ നിസ്കരിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. നേരം വെളുക്കുന്നത് വരെ അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. അപ്പോഴാണ് മൊല്ലാക്ക വരണത്. മൊല്ലാക്ക വന്നപ്പോൾ ഇയാൾ ആരാണത്? ഇറങ്ങിപ്പോ, പള്ളി പൂട്ടണം. അയാൾക്കിത് അഹ്മദ് ബിൻ ഹംബലാണോ ആരാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അഹ്മദ് ബിൻ ഹംബൽ ആരാണെങ്കിലും ഇവിടെ ഇനിയിപ്പോൾ അന്നവൻ പല പേരും പറയും, പുറത്തോട്ടിറങ്ങാൻ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന സമയത്ത് കാലയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അവിടെ ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ്, ഞാൻ മറ്റേയാളാണെന്ന് പറഞ്ഞ് തർക്കമൊന്നും ഉണ്ടാക്കിയില്ല. അവരങ്ങ് നടന്നുപോയി. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറയണത്. നടന്നുപോയി. പാതിരാത്രി സമയമല്ലേ, ഒരു മനുഷ്യനെ കാണുകയാണ്. അയാളിങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ പതിവില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തേ? ഇല്ല, ഞാൻ താമസിക്കാനൊരു സ്ഥലം, എൻ്റെ വീട്ടിലേക്ക് പോരും, അവിടെ സൗകര്യം ഉണ്ടല്ലോ എന്നാൽ. അങ്ങനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നു. അവിടെ ഒരു റൂമൊക്കെ തരപ്പെടുത്തി കൊടുത്തു. അവിടെ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് റൂമിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കാൻ. അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ ഇങ്ങനെ ധാരാളം ചൊല്ലിയാണ് അയാൾ കരയണത്. എല്ലാം കഴിഞ്ഞ് അയാൾ പുറത്തു വന്നപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നല്ലോ, എന്താണ് വിഷമം? ഒന്നുമില്ല, ഞാനൊരു പണ്ഡിതനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടുള്ള വലിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കൊതിയുണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കരയാണ്. ഇത് കേട്ടപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അത്ഭുതത്തോട് പറയുന്നുണ്ട്, മോനെ, അന്നാ നിന്റെ ഇസ്തിഗ്ഫാർ അതിനു വേണ്ടി ചൊല്ലി ഇത് നിർത്താനായിട്ടുണ്ട്. ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ പറയുന്നുണ്ട്, പടച്ചോനെ, ഇനി നീ എന്നെ മരിപ്പിച്ചാലും എനിക്ക് വിഷമമില്ല, എൻ്റെ ആഗ്രഹം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇസ്തിഗ്ഫാർ ചൊല്ലിയപ്പോൾ ഏതോ നാട്ടിൽ കിടക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയതാണ്. തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എളുപ്പത്തിൽ പോവാം. എല്ലാ മനുഷ്യന്മാരും ആദരവോടെ കാണുന്ന ആ മഹാൻ അള്ളാഹ് എന്ത് ചെയ്തു? വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുവന്നു. ആ പള്ളിയിൽ താമസിപ്പിക്കാമായിരുന്നു റബ്ബിനെ, പക്ഷെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ മനുഷ്യനെ വഴിയിൽ വെച്ച് കാണുന്നു, അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു, അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത വഴി. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ? അയാൾ എന്താ അത് പറഞ്ഞത്? എനിക്ക് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണം. അപ്പം എന്തെങ്കിലും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കൽ പോയിട്ട് അവിടെ ഒന്ന് എത്തിക്കണേന്നായിരിക്കും അതുവാ. പക്ഷേ അള്ളാഹ് എന്ത് ചെയ്തത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയ റബ്ബിൻ്റെ പ്ലാൻ. അപ്പോൾ മിൻ ഹൈസു ലാ യഹ്തസിബ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത റൂട്ടിലൂടെ അള്ളാഹ് നമ്മളെ സഹായിക്കാൻ ഈ ദിക്ർ മദീന്ന് പഠിപ്പിക്കുന്നത് ആരാ? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഹറം മാസാണ്, ഇസ്തിഗ്ഫാറിൻ്റെയും കൂടെ സമയമാണ്. ഒരു കൊല്ലം അടിപൊളിയാക്കാൻ ഇസ്തിഗ്ഫാർ മദീനെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീരും. മനസ്സറിഞ്ഞ് ഒരു 33 തവണ ചൊല്ലിക്കേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ പാപം പുറത്തു തരണം, അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള നെയ്യത്തിൽ തന്നെ ചെയ്യണം. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ അള്ളാഹ് തന്നോളും. അള്ളാഹു വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.